ഇന്ത്യയിൽ നിന്ന് അങ്ങനെ അധികം ആനിമേഷൻ സിനിമകൾ വരാറില്ല. കാരണം ഇന്ത്യയിൽ വരുന്ന ആനിമേഷൻ സിനിമകൾ മിക്കതും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആനിമേഷൻ സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ ആളുകൾക്ക് അത്ര താല്പര്യമില്ല. ഹോളിവുഡിൽ നിന്ന് വരുന്ന ആനിമേഷൻ സിനിമകളുടെ ക്വാളിറ്റിയൊന്നും ഇന്ത്യൻ സിനിമകൾക്ക് അങ്ങനെ വരാറുമില്ല. ഇന്ത്യയിൽ നിന്ന് അവസാനം പുറത്തു വന്ന ആനിമേഷൻ സിനിമ രജനീകാന്തിൻ്റെ കൊച്ചടയനാണെന്ന് തോന്നുന്നു. ആ ഒരു സിനിമ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് അങ്ങനെ ഒരു ആനിമേഷൻ സിനിമ ആരും ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടില്ല. കൊച്ചടയൻ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും ഹോംബാല ഫിലിംസ് ആനിമേഷൻ സിനിമകളുടെ ഒരു യൂണിവേഴ്സ് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് മഹാവതാർ നരസിംഹ. നല്ല ക്വാളിറ്റിയുള്ള ആനിമേഷൻ തന്നെയാണ് സിനിമയുടേതെന്നാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലാണ് ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത്. ജൂലൈ 25-നാണ് ഈ ഒരു സിനിമയുടെ റിലീസ്. വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ എന്ന കൊച്ചുകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ എടുക്കുന്ന ഒരു അവതാരമാണ് നരസിംഹം. ഈ ഒരു ട്രെയിലറിൽ നല്ല നീറ്റായിട്ട് നരസിംഹമൂർത്തിയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 3Dയിലും കൂടി ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ സിനിമയുടെ വിഷ്വൽ എഫക്റ്റൊക്കെ അടിപൊളിയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒട്ടേറെ ആനിമേഷൻ സിനിമകൾ ഇനിയും വരണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വിജയിക്കണം. ഹോംബാല ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനലിൽ സിനിമയുടെ ട്രെയിലർ അവൈലബിൾ ആണ്. സിനിമയുടെ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ.